ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആമിനാനെ സ്കൂളിൽ ചേർത്താണ് കേട്ടോ. സ്കൂളിൽ ചേർത്തിക്ക് അപ്പം ഇന്ന് പ്രവേശനോത്സവമാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ താത്തയും പിന്നെ ഞാനും പിന്നെ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറേ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ അമിനാൻ അംഗനവാടിയിലാക്കിയതും അതേപോലെ കരയുന്നതും അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുള്ള ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. അതേപോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും കടന്നു പോണത്. നല്ല സന്തോഷത്തോടെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും അങ്ങനെയല്ല, ഓള് പോയി കഴിഞ്ഞ് പിന്നെ ആരുമില്ല, ഒറ്റപ്പെട്ട മാതിരിയാണ് കേട്ടോ. ആകെ ഓള് ഒപ്പം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. ഓളാ കളിയും ചെറിയും ഓക്ക് തിന്നാൻ കൊടുത്തിട്ടും ഇതാക്കിയിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതെല്ലാം എന്തായാലും ഓരോ പ്രായമാകുമ്പോൾ നമ്മളെന്തായാലും സ്കൂൾക്ക് ചേർത്തണ്ടേ, നമ്മളടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് കാത്തു നിന്ന് കഴിഞ്ഞാണ്ട് ഓട്ടോറിക്ഷയൊക്കെ വന്ന് നമ്മളിപ്പോൾ സ്കൂൾക്ക് ഇറങ്ങുകയാണ് കേട്ടോ. സ്കൂളിൽ ചെന്ന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഇതാണ് ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ എല്ലാ അമ്മമാരും വന്നിരുന്ന് പേരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ മേലെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവന് ഓരോ കൂടെ ആമിനാൻ്റെ കൂടെ അംഗനവാടിയിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ദിയൂസ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓളെ ചങ്കത്തി. അപ്പോൾ ഹോളുണ്ട്. അപ്പോൾ രണ്ടാളും ഒരു സ്കൂൾ തന്നെയാണ് ചേർത്തിക്കണത്. അപ്പോൾ മേലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും വേണ്ടിയുണ്ട്. ഏതൊരു മാഷ് വന്നുകൊണ്ട് ക്ലാസ്സൊക്കെ എടുത്ത് ഓരോ ചിരിപ്പിച്ചും രസിപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗങ്ങളെയും കാണിച്ചു തരാം. ടെസ്റ്റ് ചെയ്യട്ടെ. ചിരിക്കോ? ചിരിക്കൂലേ? ആദ്യം ഇസ്മായിൽ ആയിക്കോട്ടെ. ഇസ്മായിൽ പുഞ്ചി എന്താണ് ഒരു സ്മൈൽ എങ്ങനെ പൂരിപ്പായും തീവണ്ടി കുട്ടികളോട്ടും ഈ വണ്ടി കേറിക്കൂടാൻ നോക്കിക്കോ കാറ്റടിച്ചപ്പോ എന്തായി? മാങ്ങ വീണു. അപ്പൊ മാങ്ങ വീണപ്പോൾ എന്തായി? ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നു. എല്ലാരും കാണിക്കണം. ഒരുപാട് പപ്പടം ചുട്ടുവെക്കുവിൻ. പൊരിച്ചു വെക്ക. ചുട്ടുവെക്കുവിൻ. പത്തും ഒപ്പം ഞാൻ. ഒരു കുട്ടി അമ്മയോട് പറയണം. Next, Izan Aure, LKG Izan Aure. അങ്ങനെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. 12:30 ആയപ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞാണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്ട് അങ്ങോട്ട് ഇറക്കിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നല്ല മാങ്ങയും പിന്നെ സബർജില്ലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അസ്താത്ത അതൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്ട് നിന്നതായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്നത്തെ ഒരു വീഡിയോ ആണ്. പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാണ്ട് പിന്നെ പിറ്റേന്നുള്ള രണ്ടാമത്തെ ദിവസം ആമിനാനെ സ്കൂളിൽ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ ഒരുക്കുകയാണ് കേട്ടോ. ഒരുക്കിയിട്ട് ഇത് ചായയൊക്കെ കൊടുത്തുകൊണ്ട് ഓള് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ എന്തായാലും അറിയാം ഞാൻ ഒറ്റക്കുള്ളൂ, എനിക്ക് ഭയങ്കര ഗതികേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും സ്കൂളിലൊക്കെ പോയി ഉഷാറായിട്ട് പഠിക്കട്ടെ. ഞങ്ങൾ പിന്നെ രാവിലെ താഴത്തേക്ക് വണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയലോക്കത്തെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടേക്ക് ഫസ്റ്റത്തെ ദിവസം അറിയില്ലല്ലോ, ഒരിക്കൽ ഏതാ വീടും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പോണ റൂട്ട് കൂടെയല്ലേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഓളയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ നടന്ന് പോയപ്പോൾ അങ്ങനെ ഓളോട് പറയുന്നു, ഞാൻ ഒറ്റ കേക്കാരജ് പോയി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അത് കഴിഞ്ഞിതാ നമ്മളെ വണ്ടീനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു.
9:45 ആകുമ്പോഴത്തേന് വരും പറഞ്ഞിരുന്നു. വണ്ടി വരുന്നത് 10 മണിയൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ആ കാക്ക പറഞ്ഞു നാളെ തൊട്ട് ഏതായാലും ഈ സമയം തന്നെ ഉള്ളൂ കേട്ടോ വരിക എന്ന് പറഞ്ഞങ്ങാണ്ട് അവർക്ക് ഏതൊക്കെ റൂട്ടിൽ കൂടിയും പിന്നെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിൽ കയറ്റി പോവുകയാണോ, വണ്ടിയിൽ കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ടാറ്റയും ബൈ ബൈയും ഒക്കെ പറഞ്ഞു. ഒക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അംഗനവാടിയിൽ കൊണ്ടാക്കിയതുകൊണ്ടേക്കാരൊക്കെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പിന്നെ അതും അല്ല ഇവിടെ ദിയൂസും മിന്നൂസും ഓരൊക്കെ ഉണ്ടല്ലോ ഓളെ കൂടെ, അതുകൊണ്ടാണ് പിന്നെ ഓൾക്ക് വലിയൊരു പ്രശ്നമില്ലാത്തത്. അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടേക്കാരട്ടോ നിൽക്കുക. ഇതത്രയും കുട്ടികളുണ്ട് കേട്ടോ വണ്ടിയിൽ. പിന്നെ ഓളൊക്കെ പോയി കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. ഇന്ന് 2ാമത്തെ ദിവസമായതുകൊണ്ട് ഉച്ച വരെ ഉള്ളൂ. പിന്നെ നാളെ തൊട്ട് 4 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി തിരിച്ചപ്പോഴും ഞാനൊരു വീഡിയോ എടുത്താണ്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, 3ാമത്തെ ദിവസമാണ് ഓൾ പിന്നെ ബാഗൊക്കെ കൊണ്ടുപോയിക്കണം. അന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിരിക്കണേ. അപ്പോൾ നമ്മൾ ആമിന വീണ്ടും സ്കൂളിലേക്ക് 3ാമത്തെ ദിവസം പോവുകയാണ്. നമ്മളത് കുറേ കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമാണല്ലോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അംഗനവാടിക്ക് കൊണ്ടാക്കിയതും അന്ന് കരഞ്ഞതും ഇതാക്കിയതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോഴും ഒരു എന്തോ പോലെയാണ് കേട്ടോ, ഒരു സങ്കടം പോലെയാണ്. അന്ന് എത്ര കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടേക്കും. അവിടെ നിൽക്കുകയാണെങ്കിലും അംഗനവാടിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണെങ്കിലും ഞാൻ എന്തായാലും അവളെ കൊണ്ടേക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരൊന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇമോജെങ്കിലും ഒന്ന് അയക്കണം കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.